ഷാഫി ചാലിയം, നോക്കൂ, എസ് കെ സജീഷ് ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ പ്രചരണ തന്ത്രത്തിൽ നിങ്ങൾ കൂടി വീണു പോവുകയാണോ? ലിറ്റിഗേഷനുള്ള ഭൂമിയാണ് ഈ സർക്കാർ പ്ലോട്ടിനു വേണ്ടി തിരഞ്ഞെടുത്തത്, ടൗൺഷിപ്പിന് വേണ്ടി തിരഞ്ഞെടുത്തത് എന്നുള്ളത് പച്ചക്കള്ളമല്ലേ? യഥാർത്ഥത്തിൽ ആ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട കോമ്പൻസേഷൻ എമൗണ്ടിനെ ചൊല്ലിയുള്ള ഒരു തർക്കം, ആ തർക്കം ഹൈക്കോടതിയിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ആ പറയുന്ന തുകയ്ക്ക് കൃത്യമായിട്ടുള്ള പണം കെട്ടിവയ്ക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു. അതിൽ ഈ വസ്തുവിൻ്റെ ഉടമസ്ഥർക്ക് തർക്കമില്ല എന്നാണ് എസ് കെ സജീഷ് അടക്കം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടനെ ഹൈക്കോടതി അതിന്മേൽ വിധി കൽപ്പിക്കും, അതിൻ്റെ പൊസഷൻ സർക്കാരിന് കിട്ടും. അങ്ങനെ വേണ്ടേ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ? ഇപ്പോൾ ആ സ്ഥലത്തിന് ഇത്ര വിലയാണെന്ന് ആ ഉടമ പറഞ്ഞാൽ അതെടുത്ത് കൊടുത്താൽ നാളെ നിങ്ങൾ നിയമസഭയിൽ ഈ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ പോകുന്നത് അങ്ങനെയായിരിക്കില്ലേ? ടൗൺഷിപ്പിൽ വാങ്ങിയ ഭൂമിയിൽ അഴിമതി ആരോപണം നിങ്ങൾ ഉന്നയിക്കില്ലേ ഷാഫി ചാലിയം? അല്ല, BJPയെ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന രീതിയിൽ അനിൽകുമാർ സംസാരിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഈ ഫ്ലോറിൽ ഇരുന്നിട്ട് എൻ്റെ സമയം മുഴുവൻ BJPയെ എതിർക്കാനും ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ വാദത്തിനെ ഒരു അളവോളം ശരിവെക്കുകയും ചെയ്ത ഒരു സമീപനമാണ് ഞാനിവിടെ സ്വീകരിച്ചത്. എൻ്റെ നേരെ നോക്കി BJPക്ക് വേണ്ടി ഈ ലിറ്റിഗേഷൻസ് ഉള്ള ഭൂമിയാണെന്ന് പറഞ്ഞത് BJP അല്ല, ഞങ്ങളാ. അതാദ്യം മനസ്സിലാക്ക്. എന്താണ് ലിറ്റിഗേഷൻസ്? ഇവർ പറഞ്ഞ മാതിരിയുള്ള വളരെ രാഘവൽക്കരിക്കപ്പെട്ട ഒരു വിഷയമല്ല. നേരത്തെ കേസും കുന്തുള്ള ഒരു ഭൂമിയാണത്. ഒന്ന് അന്വേഷിക്കും നിങ്ങൾ. നാളെ നമുക്ക് ചർച്ചയിലേക്ക് കൊണ്ടുവരാം. കാരണം ഇവിടെ പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും പറയാൻ കഴിയില്ല. നിങ്ങൾ വളരെ കുറച്ച് സമയം അനുവദിക്കുന്നുള്ളൂ. പെട്ടെന്ന് ഈ പരിചയം നിറഞ്ഞ് പോയിക്കളിയാണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ട വിഷയം ഇന്ത്യ ഗവൺമെൻറ് നമ്മോട് സ്വീകരിക്കുന്ന വളരെ മോശമായ സമീപനത്തെ ഇവിടെ അപലപിക്കുന്നതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെ പഴിചാരി ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യേണ്ട പല എസെൻഷ്യൽ കാര്യങ്ങളുണ്ട്, അതൊന്നും ചെയ്യുന്നില്ല. നോക്കട്ടെ, നമുക്ക് കർണാടകയിൽ നടന്ന സംഭവമാണല്ലോ ഇപ്പോൾ പറയുന്നത്. കർണാടകയിലെ അർജുൻ എന്നൊരു വ്യക്തിക്ക് വേണ്ടി എത്ര ദിവസമാണ് അവിടെ തെരച്ചിൽ നടത്തിയത്? ഇവിടെ ഇനിയും 1047 പേരെ കിട്ടാനുണ്ട്. തെരച്ചിൽ നിർത്തിവെച്ചു. വളരെ കുറഞ്ഞ സമയമാണ് നമ്മൾ തെരച്ചിലെടുത്തത്. ഏകപക്ഷീയമായി തെരച്ചിൽ നിർത്തിവെച്ചിട്ട് എന്താ വയനാട് ജനതയോട് ഈ കേരള സർക്കാർ പറഞ്ഞത്? ഇനിയുള്ള തെരഞ്ഞ് കിട്ടിയിട്ടും കാര്യമില്ല. അവരെ മരിച്ചതായി പ്രഖ്യാപിച്ച് ഉടൻ തന്നെ ഓർഡർ ഇറക്കുമെന്ന് പറഞ്ഞു. 4 മാസം ഇതുവരെ ഓർഡർ ഇറങ്ങിയോ? മാത്രമല്ല, ചികിത്സാ സഹായമായി 75,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇനിയും 10-ലധികം പേർക്ക് ചികിത്സാ സഹായം കിട്ടാതെ അലഞ്ഞു നടക്കുക. പിന്നെ അവിടെയുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് 300 രൂപ സ്റ്റൈപ്പൻഡ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. സ്റ്റൈപ്പൻഡ് കിട്ടാത്ത എത്ര ആളുകളുടെ പേര് നമ്മൾ ഈ ചർച്ചയിൽ കൊണ്ടുവന്നു? നമ്മുടെ ചർച്ചയ്ക്ക് ശേഷം ആ ചർച്ചയുടെ ഇമ്പാക്റ്റിൻ്റെ പേരിൽ സ്റ്റൈപ്പൻഡ് കിട്ടിയവരുണ്ട്. വാടക 4 മാസത്തേൽ 2 മാസം മാത്രം വാടക കൊടുത്തു. ബാക്കി 2 മാസത്തെ വാടക കിട്ടാത്തതിൻ്റെ പേരിൽ എത്ര പേര് അലഞ്ഞു തിരിഞ്ഞു? നമ്മുടെ ഈ ടെലിവിഷൻ ചാനലിൻ്റെ ഡിബേറ്റിനെ തുടർന്ന് അതിൻ്റെ ഇമ്പാക്റ്റിലാണ് കുറച്ച് പേർക്കെങ്കിലും അത് കിട്ടിയത്. പിന്നെ അവിടെയുള്ള ആളുകളുടെ ഒരു ജീവിതം നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവർക്ക് കൃഷിയിൽ നിന്നുള്ള ഇന്നിങ്സ് ഉണ്ട്. കാപ്പിയൊക്കെ വിളഞ്ഞിരിക്കുന്ന സമയമാണ്. പോയി വിളവെടുക്കാൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പാസ് അനുവദിക്കുന്നില്ല, ഒന്നിനും സമ്മതിക്കുന്നില്ല. വരിഞ്ഞ് മുറുക്കുകയാണ് അവിടെയുള്ള ജനതയുടെ അവസ്ഥ എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പം പറഞ്ഞു 2 കൊല്ലം ഏത് അടുപ്പ് പോയി താമസിക്കും? ഇവിടെ ഫണ്ട് ഇഷ്ടം പോലെ. ഇവിടെ കേന്ദ്രം നമ്മളെ അവഗണിച്ചാലും ആ അവഗണിച്ച കേന്ദ്രത്തിനോട് പോവാൻ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാശ് നമ്മളെടുത്തുണ്ട്. 1700 കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയുടെ തന്നെ ഫണ്ടിൽ കിടക്കുന്നുണ്ട്. 680 കോടിയോളം വയനാടിന് വേണ്ടി നമ്മുടെ സഹോദരന്മാരും പലരും തന്നതുണ്ട്. ഇവിടെ മാത്രമേ ആകെ ഇന്ന് 7 കോടിയെ ചെലവഴിച്ചിട്ടുള്ളൂ. ഒരു 500 വീടാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഒരു മനുഷ്യന് ഇനി ലാൻഡ് കൊടുക്കേണ്ട, ഒന്നും കൊടുക്കണ്ട, ഒരു 50 ലക്ഷം രൂപ വീതം ഒരാൾക്ക് നീ സ്ഥലം മേടിച്ചോ വീട് എടുത്തോ പറഞ്ഞ് കൊടുത്താലും ആകെ 250 കോടിയെ ചെലവ് വരുന്നുള്ളൂ. എന്നാലും ബാക്കി അനുബന്ധ സൗകര്യങ്ങൾക്ക് 500 കോടി വേറെ കിടക്കുന്നുണ്ട്. ഇനി കേന്ദ്രം ഇപ്പം ഫണ്ട് തന്നില്ല. ഇപ്പം നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഫണ്ട് ഇവിടെ ചെലവഴിക്കാം. എന്നിട്ട് പിന്നീട് കേന്ദ്രം തരുമ്പോൾ അത് റീകൂപ്പ് ചെയ്തിട്ട് മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനമൊക്കെ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ അതൊന്നും ചെയ്യുന്നില്ല. ഇവിടെ അതുകൊണ്ടാണ് ഞങ്ങളും പറഞ്ഞ് ഞങ്ങൾ ഇനി ഇവിടെ കാത്തു നിൽക്കും. എത്ര പേര് ഇവിടെ സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്? കർണാടക സർക്കാർ, തെലങ്കാന സർക്കാർ, മോഹൻലാൽ, അതേപോലെ ഞങ്ങളെ പാർട്ടി, മറ്റു പല മതസംഘടനകൾ, ഇതൊക്കെ എന്താ ചെയ്യുക? അപ്പം ഇതൊക്കെ നടപ്പിൽ വരുത്തണ്ടേ? ഇവർ പറയുന്നു ഭൂമിയുടെ മേലെ, ഭൂമി ഇത് നേരത്തെ കേസുപ്പെട്ട ഭൂമിയാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഭൂമി ഏറ്റെടുക്കും മുമ്പ്
എന്ത് ചെയ്യണം? അവരുമായി നെഗോഷ്യബിലിറ്റി നടത്തണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ഈ റിപ്പോർട്ടർ ചാനലിൽ തന്നെ സ്മൃതി പരുത്തിക്കാട്ടിൻ്റെ ചർച്ചയിൽ ഈ പ്രകാശ് മാഷ് പറയുന്ന വാദം എന്താ അറിയോ? ഈ നമ്മുടെ ഈ CPM പ്രതിനിധി പറഞ്ഞതിന് നേരെ കടവിരുത്താ പറഞ്ഞത്. ഞാൻ പറഞ്ഞു എന്ത് ചെയ്യണം, നിങ്ങൾ അവരുമായി സെറ്റിൽ ചെയ്യണം, എന്തെങ്കിലും കോമ്പൻസേഷൻ ഉണ്ടെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇത് സർക്കാരിൻ്റെ ഭൂമിയാണ്, ലീസിന് കൊടുത്ത ഭൂമിയാണ്, 100 കൊല്ലത്തിൽ ലീസ് കഴിഞ്ഞ് ലീസ് കാലാവധി കഴിഞ്ഞതാണ്. എന്തിന് കാശ് കൊടുക്കണം? മുസ്ലിം ലീഗ് ഇവിടെ കാശ് കൊടുക്കാൻ പറയാണ്. എന്തിനാണ് അവർക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യം? ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, സർക്കാരിൻ്റെ ഭൂമിയാണ്. സർക്കാർ ഭൂമിക്ക് കാശ് കൊടുക്കണം എന്ന് ലീഗ് പറയുന്നത് എന്തിനാണ്? ലീഗ് ഈ എസ്റ്റേറ്റ് ഉടമകളെ കൂടെയാണെന്നാണ് എന്നെ ആക്ഷേപിച്ചത്. ഇപ്പം നിങ്ങൾ പറയുന്നു കോടതി പോയിട്ട് അവർക്ക് കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇതിൽ ഏത് വിശ്വസിക്കണം? കോടതി പോയി നിങ്ങൾക്ക് കോമ്പൻസേഷൻ കൂട്ടിത്തരാം, 10 നയാ പൈസ അവർക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പ്രകാശ് മാഷ് ഇതേ റിപ്പോർട്ടർ ചാനലിൽ മിന്യാന്ന് വിളിച്ചു പറഞ്ഞതാ. ഇപ്പം നിങ്ങൾ പറയുന്നത് എന്താണ്? അത് ഞങ്ങൾ കോടതിയിൽ സെറ്റ് ചെയ്തോളും, അവർക്ക് എന്താണ് കുറച്ച് തുക കൊടുക്കും. എന്തിനാ തുക കൂടുതൽ കൊടുക്കണേ? ഇത് പ്രകാശ് മാഷ് പറഞ്ഞതും ഒന്ന് നിങ്ങൾ എടുത്ത് വെച്ച് നോക്കൂ. വളരെ വൈരുദ്ധ്യമാണ്. ഡോക്ടർ അരുൺകുമാറെ, ഒരു കോടതി വ്യവഹാരം, അത് ഒരു സിവിൽ മാറ്റർ വ്യവഹാരം, അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ആർക്ക് നിശ്ചയിക്കാൻ പറ്റും? എന്നത് തീരും? ആ തീരും വരെ ഇവിടെ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ഒരു മേലോട്ട് ശരിയാണ്, സമയബന്ധിതമായി ഇതെല്ലാം പൂർത്തിയാക്കേണ്ടതായിരുന്നു. കവളപ്പാറ നമ്മുടെ മുമ്പിലുണ്ട്. അവിടൊക്കെ ചെയ്ത കൊടും ചതി വയനാടിലും കൊണ്ടുവരുമോ എന്ന് ഞങ്ങൾക്ക് ആധിയുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇവരെ സർക്കാരിനെ കാത്തിക്കാൻ പോകില്ല. അതാണ് പ്രതിപക്ഷത്തിന്റെ കാത്തിക്കാൻ പോകില്ല. ഞങ്ങളെ വഴിക്ക് പോകാൻ പോകാം. വരാൻ പോകുന്ന ദിവസങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയുമുള്ള നീക്കമാണ്. SK സജീഷ്, ഞാൻ വരാം, അങ്ങയിലേക്ക് വരാം, ഒപ്പം BJP പ്രതിനിധിയിലേക്കും വരാം. മാത്രവുമല്ല, മുസ്ലിം ലീഗ് അവരുടേതായ രീതിയിലേക്ക് പോവുകയാണ്, അവരുടേതായ ടൗൺഷിപ്പിലേക്ക് പോവുകയാണ്. അതിനവർക്ക് സ്ഥലം കിട്ടുന്നുണ്ടെങ്കിൽ, വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും കുറച്ചുപേരെങ്കിലും ആദ്യം ആ വീടുകളിലേക്ക് മാറുകയും ചെയ്യും.